ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1942 ഓഗസ്റ്റ് 9. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്ന്? ഉത്തരം 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്ത വ്യക്തി? ഉത്തരം യൂസഫ് മെഹ്റലി. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക. ക്വിറ്റ് ഇന്ത്യയുടെ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ദേശീയ നേതാവ് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രഭാഷണം നടത്തിയത് എവിടെ വെച്ച്? ഉത്തരം മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ച്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ഗോവാലിയ ടാങ്ക് മൈതാനം അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഉത്തരം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ ഗാന്ധിജി എത്ര മിനിറ്റ് നേരം പ്രസംഗിച്ചു? ഉത്തരം 140 മിനിറ്റ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ബോംബെ സമ്മേളനം 1942. ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തത് ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതോടെ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയായിരുന്നു? ഉത്തരം ആഗാഖാൻ കൊട്ടാരം, പൂനെ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയാണ്? ഉത്തരം അഹമ്മദ് നഗർ കോട്ട, ബോംബെ. അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് നെഹ്റു രചിച്ച കൃതി ഏത്? ഉത്തരം ഇന്ത്യയെ കണ്ടെത്തൽ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ജയിലിലടച്ച ഗാന്ധിജിയെയും മറ്റു നേതാക്കളെയും മോചിപ്പിച്ചത് എന്നാണ്? ഉത്തരം 1944 മെയ് മാസം. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഭ്രാന്തൻ സാഹസികത എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ നേതാക്കൾ? ഉത്തരം ഗാന്ധിജി, നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സരോജിനി നായിഡു. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രം? ഉത്തരം ഹരിജൻ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഹരിസാബാഗ് ജയിലിൽ നിന്നും ചാടി വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാര്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അരുണ അസഫലി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം മൗലാന അബുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയ് ആരായിരുന്നു?
ഉത്തരം ലിൻ ലിത്കോ പ്രഭു. അരുണ അസഫലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യ ഡൽഹി മേയർ? ഉത്തരം അരുണ അസഫലി. ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച സംഘടന ഏത്? ഉത്തരം മുസ്ലിം ലീഗ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലുണ്ടായ സംഭവം എന്താണ്? ഉത്തരം കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഡോക്ടർ കെ ബി മേനോൻ.